ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഒരു സാധനാപരമായ ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോട്ടീസിൽ അങ്ങനെയാണ് കണ്ടത്. സാധക സംഗമം എന്നാണ് കണ്ടത്. അപ്പോൾ ഉപനിഷത്ത് സാധന എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഭാരതീയ ചിന്ത വർണ്ണാശ്രമധർമ്മങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അനേക നൂറ്റാണ്ടുകൾ വിദേശ ഭരണം, മറ്റ് സാമൂഹ്യ പ്രവർത്തനം ഇവ കൊണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് ഊനം തട്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. അത് വലിയൊരു പുരോഗതിയായാണ് നിങ്ങളിൽ പലരും, പ്രത്യേകിച്ച് കേരളത്തിലെ ആധ്യാത്മികവാദികൾ ഉൾപ്പെടെ കരുതിപ്പോരുന്നത്. വർണ്ണാശ്രമധർമ്മങ്ങളുടെ ശരിയായ നിലനിൽപ്പാണ് സാധന. സാധകനെ സംബന്ധിച്ചിടത്തോളം വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കുള്ളിലല്ലാതെ സാധനയില്ല. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മോക്ഷം ഉപായമായി ജീവിതം, കർമ്മം, ഉപാസന ഇവ കെട്ടിപ്പടുക്കുന്നതാണ് ബ്രാഹ്മണ്യം. അതിൻ്റെ കർമ്മപദ്ധതിയിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി പോകുന്നതാണ് ബ്രാഹ്മണ്യവും ബ്രഹ്മചര്യ ആശ്രമവും. ശരിയായി പറഞ്ഞാൽ അതിലേക്കായിരിക്കും അതിൻ്റെ ലക്ഷ്യം. ധർമ്മത്തെ ആസ്പദമാക്കി, ധർമ്മനീതികളെ ആസ്പദമാക്കി ജീവിക്കുന്നതാണ് ക്ഷാത്രം. അവിടെ മോക്ഷപ്രാധാന്യത്തെക്കാളേറെ ധർമ്മത്തെ ആധാരമാക്കി, പ്രജയെ ധരിക്കുന്ന ധർമ്മത്തെ ആധാരമാക്കി പോകുന്നതാണ്. പുരുഷാർത്ഥങ്ങളിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് വർണ്ണവ്യവസ്ഥയിൽ ക്ഷാത്രം. അത് ഗാർഹസ്ഥ്യത്തിലാണ് നല്ലൊരു പങ്കും നിലനിൽക്കുന്നത്. തൻ്റെ കുട്ടികൾ, കുടുംബം, ജീവജാലങ്ങൾ, അവയുടെ പാരസ്പര്യം ഇവയൊക്കെ നിലനിർത്തി മര്യാദാമസൃണമായി ജീവിക്കുക. ഈ വ്യവസ്ഥയ്ക്കപ്പുറം മനുഷ്യനിൽ കിടക്കുന്ന കാമങ്ങളെ ധർമ്മത്തിനനുസൃതമായി, ധനത്തെ ധർമ്മത്തിനനുസൃതമായി, അതുകൊണ്ട് ക്ഷാത്രത്തിന് കീഴിൽ വേണം ഇതര വർണ്ണങ്ങൾ നിലനിൽക്കാൻ. അതുകൊണ്ട് ക്ഷാത്രം സർവോപരിയാണ് എന്ന് ബൃഹദാരണ്യകം 1:4-11. ആ ഉപനിഷത്ത് ചിന്തയുടെ വെളിച്ചത്തിൽ കൃത്യമായ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കുള്ളിലാണ് സാധനകൾ കയറിപ്പോകേണ്ടത്. അതിൽ ധനത്തെ ആസ്പദമാക്കി, അർത്ഥത്തെ ആസ്പദമാക്കി രൂപാന്തരപ്പെട്ടിട്ടുള്ളതാണ് വൈശ്യം. കാമത്തെ ആസ്പദമാക്കിയാണ് ശൂദ്രം. അതുകൊണ്ട് അതിൽ ദുഃഖം എന്നും ഉണ്ടായിരിക്കും. ആ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് ആദ്യം കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്തിട്ടാണ്. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ ഭാരതീയ ദർശനങ്ങളോ ശാസ്ത്രങ്ങളോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്യുന്നതിനാണ് വേദസംഹിതകൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഉപനിഷത്ത് സംഹിതാഭാഗത്ത് വരുന്ന ഒരു ഉപനിഷത്ത് തന്നെയാണ്. അതുകൊണ്ടിതിൽ പരസ്പര വൈരുദ്ധ്യമുള്ള 2 പദങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടി വരും. മാഗൃഥ, ജിജീവിഷെ. ഇച്ഛിക്കുവാനും ഇച്ഛിക്കരുതെന്നുമുള്ള 2 സന്ദേശങ്ങളോടുകൂടിയതാണ് ഈ ഉപനിഷത്ത്. മാഗൃഥ എന്നാൽ ഇച്ഛിക്കരുതെന്നാണ്.
അടുത്ത ശ്ലോകത്തിൽ തന്നെ ആചാര്യൻ ശ്രുതിയെ ദർശിച്ച ഉപനിഷദ് ഋഷി ഇച്ഛിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് സാധനാരൂപത്തിൽ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം. അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭാരതം രൂപപ്പെട്ടു വന്ന വിഹിത കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, അതിനാണ് സംഹിത പറഞ്ഞിട്ടുള്ളത്. കാമ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും കാമ്യകർമ്മങ്ങളെ അതിൻ്റെ ഫലങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോഴും മാത്രമാണ് വാസനകൾ ക്ഷയിക്കാൻ തുടങ്ങുന്നത്. രണ്ടാമത് പറഞ്ഞ ഭാഗം അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും, ആദ്യം പറഞ്ഞ ഭാഗം കർമ്മങ്ങൾ തീരുന്നത് കൊണ്ടും. അകാമ്യ കർമ്മങ്ങളിൽ ആര് നിലകൊള്ളുമ്പോഴും ദുഃഖം അതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദുഃഖിക്കുന്നവൻ തന്നെയാണ് ശൂദ്രൻ. കാമം ധനത്തിനാണ്. ഋഷി 2 കാമങ്ങളെയാണ് മുഖ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. 3 കാമങ്ങൾ. ഒന്ന് ദാരേഷണ, വിത്തേഷണ, ലോകേഷണ. ഏഷണാത്രയങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. വിഹിതമായി സംഹിതപരമായി ചിന്തിക്കുമ്പോൾ വിത്തം മേ സ്യാദ്, വിത്തം എനിക്ക് വേണം, വേണ്ടെന്നല്ല അവിടെ പറയുന്നത്. അഥാ കർമ്മ കുർവീയ, വിത്തത്തിന് ഒരു പ്രയോജനമേ ഉള്ളൂ, അത് കർമ്മം ചെയ്യാനാണ്. എന്നിൽ ഉൽപ്പന്നമായ അജ്ഞാനമുണ്ടാക്കിയ കർമ്മങ്ങളെ വൈദിക വിധി അനുസരിച്ച് ചെയ്ത് മോചനം നേടുന്നതിന് മാത്രമാണ് വിത്തം. അതിനപ്പുറം വിത്തത്തിൽ വരുന്ന എല്ലാ ആഗ്രഹവും നിത്യദുഃഖമാണ്. വിത്തം സമ്പാദിച്ചു വെച്ചാൽ ദുഃഖമാണ്. വിത്തത്തെ ആലോചിച്ചാൽ ദുഃഖമാണ്. എല്ലാ ഹിംസകളും വിത്തത്തെ പ്രതി ഉണ്ടായിട്ടുള്ള പഠനങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യ ലോകം വിത്തത്തെ ആസ്പദമാക്കി രൂപാന്തരപ്പെടുകയും വളരുകയും ചെയ്തതുകൊണ്ടാണ് ഇത്രയേറെ കലാപങ്ങൾ അവിടെ ഉണ്ടായത്. അത് ഇന്ത്യയിലേക്ക് വേര് പിടിക്കാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. വിത്തം കർമ്മത്തിന് മാത്രമേ ഉപയുക്തമാവൂ. പക്ഷെ ഇന്ത്യക്കാർ വിത്തം സമ്പാദിച്ചാൽ ഒരിക്കൽ പോലും കർമ്മമുണ്ടാവില്ല. അതിന് കാരണം വിത്തത്തെ ആസ്പദമാക്കിയല്ല നമ്മുടെ സംസ്കാരം രൂപപ്പെട്ടു വന്നത്, വാസനകൾ രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് വിത്തം മേ സ്യാദഥ കർമ്മ കുർവീയ. ഭാര്യ വേണം, ജായാ മേ സ്യാദ്, എനിക്ക് ജായയെ വേണം, ജനിപ്പിക്കുന്നവളെ വേണം, എനിക്ക് പലതാകണം. പ്രജാം പ്രജായേത, പ്രജായേയ, എനിക്ക് പ്രജയെ സൃഷ്ടിക്കുന്നതിനാണ് ജായ വേണ്ടത്. അത് കാമമായി മാറുന്നത് പ്രജാസൃഷ്ടിക്ക് പകരം ബയോളജിക്കൽ നെസസിറ്റിയായി മാറുമ്പോഴാണ്. അതൊരു ശാരീരിക ആവശ്യമാണെന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ ആ കാമം വികലമാവുകയാണ്, വൈദികമല്ലാതാവുകയാണ്. വൈദിക വിധിപ്രകാരം വിത്തം മേ സ്യാദഥ കർമ്മ കുർവീയ, ജായാ മേ സ്യാദഥ പ്രജാം പ്രജായേയ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് രണ്ടും വളർന്നത്. അതിനോടൊപ്പം നിൽക്കുന്ന ഒന്നാണ് ലോകേഷണ, യശസ്. ഇതിനെ മൂന്നിനെയും ആസ്പദമാക്കി വൈദികർ വിധിയാംവണ്ണമുള്ള കർമ്മങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് മാറുമ്പോഴാണ്, ശൂദ്രവൈശ്യ ഭാവങ്ങളിൽ നിന്ന് ഉയരുമ്പോഴാണ് ധർമ്മമോക്ഷങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകുന്നത്. ധർമ്മത്തിലാണ് ഈ ലോകത്തെ എന്നിലേക്ക് സംഗ്രഹിച്ചെടുക്കുന്നത്.
ആ വഴിയിലാണ് ഉപനിഷത്തുകൾ ധർമ്മമോക്ഷങ്ങളുടെ തലങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഉപനിഷത്തിൻ്റെ എക്കാലത്തെയും വിഖ്യാത വ്യാഖ്യാതാവായ ശങ്കരൻ ഉപനിഷത്ത് ശബ്ദങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് കാഠകാദികളുടെ സംബന്ധ ഭാഷ്യത്തിലാണ്. അതിലേറ്റവും നന്നായി വ്യാഖ്യാനിച്ചിട്ടുള്ളത് കാഠക ഉപനിഷത്തിൻ്റെ സംബന്ധ ഭാഷ്യത്തിലാണ്. അദ്ദേഹം ജഗദ്ഗുരു ശങ്കരാചാര്യർ ഉപനിഷത്ത് ശബ്ദത്തിൻ്റെ വ്യുൽപ്പത്തിയും അർത്ഥവും വിശദമാക്കുന്നത് അവിടെയാണ്. മറ്റുപനിഷത്തുകളിൽ പലതിൻ്റെയും ഭാഷ്യത്തിൽ അർത്ഥം സൂചിപ്പിക്കാതിരിക്കുന്നുമില്ല. സത് സുദ്വിഷ ദ്രുഹ ദുഹ യുജ വിഭിദ ഛിദ ജിതി അജാം ഉപസർഗേപി ക്വിപ്പെന്ന പാണിനീയ സൂത്രമാണ് ആ ചേർച്ചയിൽ ഉപ നീ സദ് എന്നുള്ളതിൻ്റെ ചേർച്ചയിൽ പാണിനി 3:2:61 സദ് തുടങ്ങിയ ചില ധാതുക്കളോട് ഉപപദമോ ഉപസർഗമോ ചേർന്നാൽ ക്വിപ്പ് എന്ന ശൂന്യപ്രത്യയമുണ്ടാവും. അത് ശൂന്യപ്രത്യയമാണ്. അപ്പോൾ ഉപനിഷത്ത് ശബ്ദം സംജാതമാകും. സകാരം ഷകാരമാകുന്നത് സദ്ധാതുവിന് മുമ്പ് ഇകാരാദി സ്വരങ്ങളിൽ അവസാനിക്കുന്ന നീ പരി മുതലായ ഉപസർഗങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ സകാരത്തിന് ഷകാര ആദേശമുണ്ടാവും. പ്രതി എന്ന ഉപസർഗം അതിന് അപവാദമാണെന്ന് 8-ാം അധ്യായം 3:66 പാണിനി പറയുന്നുമുണ്ട്. അപ്പോൾ സദ്ധാതുവിന് ഗതിയെന്നും അവസാദനമെന്നും വിശരണമെന്നും 3 അർത്ഥങ്ങളുണ്ട്. ഗതി എന്നർത്ഥമെടുത്താൽ പ്രാപിക്കുക, ഗതി പ്രാപിക്കുക. ഏതു വിദ്യയെ അനുശീലിച്ചാൽ ഒരിക്കലും മാറ്റം വരാത്ത വ്യാകരണ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആചാര്യൻ ഇതിനർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. പാശ്ചാത്യർ കൽപ്പിച്ച അർത്ഥം ആചാര്യൻ അറിയില്ലെന്ന് കൂടി ചില പണ്ഡിതന്മാർ തട്ടിമൂളിക്കുന്നുണ്ട്. കാരണം സമീപത്ത് നീ താഴെ സദ്ധാതുവിന് ഇരിക്കുക എന്നൊരർത്ഥമുള്ളത് കൊണ്ട് സമീപത്ത് താഴെ ഇരിക്കുന്ന ശിഷ്യനോട് ഗുരു നിശബ്ദതയേക്കാൾ കൂടിയ ശബ്ദത്തിൽ ഉപന്യസിക്കുന്നത് ഉപനിഷത്ത് എന്നൊരർത്ഥമാണ് പോൾ ഡോസനും കൂട്ടരുമെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇത് ശങ്കരൻ അറിയില്ലായിരുന്നു എന്നുകൂടി പറയുമ്പോഴാണ് ഇന്ത്യൻ പണ്ഡിതന്മാർക്ക് വലിപ്പമുണ്ടാകുന്നത്. അത് ശങ്കരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രം എടുത്ത് പഠിച്ചാൽ യുവാവായ ഗുരു, വൃദ്ധരായ ശിഷ്യന്മാർ ലൗകിക വ്യവഹാരങ്ങളിൽ പെടുമ്പോൾ മാത്രമാണ് മനസ്സിന് വാർദ്ധക്യമുണ്ടാകുന്നത്. വാർദ്ധക്യം വന്ന ശിഷ്യന്മാർ, യുവാവായ ഗുരു, ഗുരുവിൻ്റെ മൗനം വ്യാഖ്യാനം, ശിഷ്യന്മാർ സംശയമില്ലാത്തവർ. ഈ നില ശങ്കരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശങ്കരൻ ഇതറിയില്ലായിരുന്നു എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. അതിതറിയാത്തത് കൊണ്ട് തന്നെയാണ്, അവർക്കറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ശങ്കരൻ ഉപനിഷത്തിന് ഈ ശബ്ദം എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം ഉപനിഷത്തെല്ലാം ഗുരുശിഷ്യ സംവാദ രൂപമല്ല. ബൃഹദാരണ്യകവും ഛാന്തോക്യവുമൊക്കെ ഉപനിഷത്ത് പരിഷത്തുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ശങ്കരൻ അത് പറയാത്തത്. ശങ്കരൻ അതിനർത്ഥം കൽപ്പിക്കുമ്പോൾ ഗതി പ്രാപിക്കുക. ഏതു വിദ്യയെ അനുശീലിച്ചാൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് കഴിയുമോ, ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുമോ, അത് ഉപനിഷത്താണ്. അതാണ് ഒരർത്ഥം. അവിടെ ശങ്കരൻ ഈ വിദ്യ അറിയുന്നവൻ എല്ലാം അറിയുന്നവനും എല്ലാം തന്നെയും ആയിത്തീരും. രണ്ടാമത്തെ അർത്ഥം അവസാദനം, അവസാനിക്കുക. ഏത് വിദ്യയെ അറിയുന്നതോടെ ജീവിതത്തിലെ നാനാതരം ക്ലേശങ്ങൾ, ആദി ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദിദൈവികങ്ങളുമായ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുമോ, അത് ഉപനിഷത്ത്.
മൂന്നാമത്തത് വിശരണം, നശിക്കുക, പൊടിയാക്കുക. ഏത് വിദ്യയുടെ പഠനത്തോടെ അവിദ്യ ഇല്ലാതാകുന്നു അത് ഉപനിഷത്ത്. അതിനെ വേർതിരിച്ചറിയുന്നതോടെ അവൻ മൃത്യുമുഖത്തു നിന്ന് മുക്തനാകും. ഏത് വിദ്യയിൽ ശ്രേയസ് ഉപനിഷണ്ണമായിരിക്കുന്നുവോ അതാണ് ഉപനിഷത്ത് എന്ന് തൈത്തരീയ സംബന്ധ ഭാഷ്യത്തിൽ ഈ അർത്ഥമെല്ലാം വരുമാറ് ആചാര്യൻ പറയുന്നുണ്ട്. ഉപനിഷണ്ണം വാ അസ്യാം പരം ശ്രേയ ഇതി. ഇനി ഉപനിഷത്തിനെ കുറിച്ച് വ്യാഖ്യാനങ്ങളായി ഉപനിഷത്ത് ശബ്ദത്തിന് അനേകം അർത്ഥങ്ങൾ പല സ്ഥലങ്ങളിലായി ഉള്ളവയുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചിലത്: ഉപനീയതം ആത്മാനം ബ്രഹ്മാവസ്തദ്വയം യതഃ നിഹത്യ വിദ്യം തജ്ജം ച തസ്മാത് ഉപനിഷത് ഭവേത്. അവിദ്യയെയും അതിൽ നിന്നുണ്ടായതിനെയും നശിപ്പിച്ച് ഉപനീയതമാത്മാനം ബ്രഹ്മാവസ്തദ്വയം യതഃ നിഹത്യ വിദ്യം തജ്ജം ച. നിഹത്യ അവിദ്യം തജ്ജം ച. അവിദ്യയെയും അതിൽ നിന്നുണ്ടായതിനെയും ഈ ലോകത്തെയും നശിപ്പിച്ച് ആത്മാവിനെ ദ്വൈതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ബ്രഹ്മത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ട് ഇത് ഉപനിഷത്തായിത്തീരുന്നു. ഇത് ഒരർത്ഥം. നിഹത്യ അനർത്ഥമൂലം സ്വ അവിദ്യം പ്രത്യക്തയാപരം നയത്യവാസ്ത സംഭേദം അതോ വോ ഉപനിഷത് ഭവേത്. എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം അവിദ്യയാണ്. തന്നിൽ തന്നെയുള്ള ആ അവിദ്യയെ ഇല്ലാതാക്കി എല്ലാ ഭേദകൽപ്പനകളിൽ നിന്നും വിടർത്തിയെടുത്ത് പരമമായ സത്യത്തിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഇത് ഉപനിഷത്തായിത്തീരുന്നു. പ്രവൃത്തി ഹേതുർനിശേഷ സ്തന്മൂലോ ഛേദകത്വതഃ യതോ അവസാദയത് വിദ്യ തസ്മാത് ഉപനിഷത് ഭവേത്. എല്ലാ പ്രവൃത്തികളുടെയും കാരണമായിരിക്കുന്ന അതിൻ്റെ വേരിനെ നിശേഷം പിഴുതെടുത്ത് നശിപ്പിച്ച് കളയുന്നതായതുകൊണ്ട് ആ വിദ്യ ഉപനിഷത്തായിരിക്കുന്നു. ഉപനിഷത്തിനെ കുറിച്ച് ഇങ്ങനെ അനേകം കൽപ്പനകളുണ്ട്. അതിലെ ചിലത് വളരെ പ്രധാനപ്പെട്ടത് മാത്രം. കാരണം ശാന്തിമന്ത്രം എങ്കിലും നമുക്ക് ഈ 3 ക്ലാസ് കൊണ്ട് എടുത്തു തീരണം എന്നുള്ളത് കൊണ്ട്. അത് തന്നെ തീരുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സാധക സംഗമമായതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡായിട്ട് പോകേണ്ടി വരുന്നത്. അതല്ല, ഉപനിഷത്തിനെ ഒന്ന് ഉപരിപ്ലവമായി അറിഞ്ഞാൽ മതി. അതിനായിരിക്കും കൂടുതൽ ആളുകളും പ്രാധാന്യം കൽപ്പിക്കുന്നത്. പുസ്തകം ഒന്ന് പഠിച്ചു എന്ന് വരുത്തുക, 4 പേരോടൊന്ന് പറയുക, അത് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ സ്പീഡിലെടുത്ത് തീർക്കാം. അതല്ല, നിങ്ങൾക്കിതിൻ്റെ പാരമ്പര്യ രീതിയിൽ, പഴയ രീതിയിൽ ഇങ്ങനൊരു പഠനം ഉണ്ടെന്നൊന്ന് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പോകാം. സംശയം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെന്ന് പറഞ്ഞാൽ, പഠിക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണോ, അതല്ല ഒന്നോടിച്ച് ഉപനിഷത്താണ്, അതൊന്ന് മനസ്സിലായി പോകണം. ഈ മുമ്പിലിരിക്കുന്നവർ വല്ലതും പറയുന്നത് കേട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മൊത്തം അഭിപ്രായമാണ് ചോദിക്കുക. ഡീറ്റെയിൽഡായിട്ട് പോകണോ, അതല്ല ഉപനിഷത്തെന്ന് പറഞ്ഞ് ഉപനിഷത്തുമായി ബന്ധമില്ലാത്ത, ശ്രുതിയോ സ്മൃതിയോ അല്ലാത്ത, പറ്റിയാൽ നിങ്ങളെ രസിപ്പിക്കാൻ പറ്റിയ മുല്ല നസറുദ്ദീനും ഒക്കെ ആയിട്ട് ഈ ക്ലാസ് തീർക്കണോ? അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. 3 ദിവസം ഭക്ഷണവും കഴിച്ചിരിക്കുന്നതിനൊരു രസം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങും. ഏതാ വേണ്ടേ? ഞാൻ രസിപ്പിച്ച് ക്ലാസ് എടുക്കണോ, ഡീറ്റെയിൽഡായിട്ട് പോയാൽ മതി? അങ്ങനെയാണെങ്കിൽ തീരില്ല കേട്ടോ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. എങ്കിലും ശ്രമിക്കാം. ധർമ്മേ രഹസ്യ ഇതി ഉപനിഷത്ത്. ക്ഷേമേന്ദ്രൻ്റെ പദമാണ്. കേനത്തിൻ്റെ പദഭാഷ്യത്തിൽ ശങ്കരൻ
ക്ഷേമേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഈ അർത്ഥമാണ് കൊടുക്കുന്നത്. രഹസ്യം, സത്യസ്യ സത്യം, അതാണ് ഉപനിഷത്ത്. ഇനി വേദ അന്തമാണ് ഉപനിഷത്ത്. വേദങ്ങളുടെ അവസാന ഭാഗമാണെന്നും അറിവിൻ്റെ അവസാനമാണെന്നും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ആമുഖം വർണ്ണാശ്രമധർമ്മങ്ങളെപ്പറ്റി പറഞ്ഞത്. സംഹിത വ്യാഖ്യേയവും ബ്രാഹ്മണം വ്യാഖ്യാനവുമാണ്. പാശ്ചാത്യരുടെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആധുനിക ഇന്ത്യൻ പണ്ഡിതന്മാരുടെ അഭിപ്രായഗതിയിൽ നിന്ന് അല്പം മാറിയാണ് ഞാനിത് പറഞ്ഞത്. ആധുനികരായ ആളുകളോട് പോയി ചോദിച്ചാൽ സംഹിതയുടെ നിഷേധമാണ് ഉപനിഷത്ത്. അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് പ്രിൻ്റ് ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ദേഷ്യമുണ്ടാവുകയും സ്വാഭാവികമാണ്. കാരണം സംഹിത എന്ന് പറയുന്നത് തെറ്റാണെന്നും സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് കർമ്മമാണെന്നും കർമ്മങ്ങൾക്കെതിരായാണ് നിൽക്കേണ്ടതെന്നും വാദിക്കുന്നത് പോലും കർമ്മം ചെയ്തുകൊണ്ടാണ്. മനസ്സിലായോ എന്നറിയില്ല. വേദവിഹിതമായി കർമ്മം ചെയ്യണം, അതുകൊണ്ട് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകണം എന്ന് പറയുന്നതിനേക്കാൾ ഇൻ്റലക്ച്വൽ എക്സസൈസ് എന്ന നിലയിൽ അധപ്പതിച്ചു പോയ ഇന്ത്യൻ വേദാന്തം ഇന്ന് മടി പിടിച്ചവർക്ക് ഒരാശ്രയ സങ്കേതമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. നിങ്ങൾക്കും മടി വരുമ്പോൾ ആശ്രയിക്കാനുള്ള ഒരു സാധനമായി മാറിയിട്ടുണ്ട്. വീട്ടിൽ പണിയൊന്നുമില്ലെങ്കിൽ അടുത്ത ആശ്രമത്തിലേക്ക് പോയി സ്വാമിയുടെ മേൽ കുതിര കയറിക്കളയാം, ഇന്ന് ഫ്രീ ആണ്. അപ്പോഴൊക്കെ സ്വാമി തയ്യാറായിരുന്നോണം നമ്മോടിങ്ങനെ കഥയൊക്കെ പറയാം. ഇങ്ങനെ ആശ്രമങ്ങളിലേക്ക് ചെല്ലുന്ന ഗൃഹസ്ഥന്മാരും സ്വാമിമാരും തമ്മിൽ കൂട്ടുകൂടിയിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ. അവർക്ക് പണിയുള്ളപ്പോഴൊന്നും ഇത് പഠിക്കാൻ പതിവായൊന്നും പറ്റൂല. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് അലഞ്ഞു നടക്കുന്നുമുണ്ട്. ഇത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാനീ പറഞ്ഞത്. ശരിയാണോ? ശരിയുണ്ടോ? സീരിയസ് ഒന്നുമല്ല, പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടുമല്ല. അതിൽ നിന്ന് പഠിപ്പിക്കുന്ന ആചാര്യന്മാർക്ക് ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. ഇവരെ കൊണ്ട് ഒരു വലിയ കാര്യമൊക്കെ നടക്കും, ലോകമൊക്കെ വളരെ നന്നാവും എന്നൊക്കെ വിചാരിച്ച് അവർ ആത്മാർത്ഥമായി ചെയ്യുകയും അവർക്ക് ചൂടുണ്ടാവുകയും ചെയ്യും. ഇത് ഇന്ത്യൻ സങ്കേതങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇത് പണ്ടില്ല. ഇതിന് കാരണം പാശ്ചാത്യർ കൊണ്ടുവന്ന ബൗദ്ധിക വ്യാപാരം എന്ന തലത്തിൽ ഉപനിഷത്തുകളെ കാണാൻ തുടങ്ങിയത് കൊണ്ടുവന്ന ഒരു വൈകല്യമാണ്. അതുകൊണ്ടാണ് സംഹിത വ്യാഖ്യേയവും ബ്രാഹ്മണം അതിൻ്റെ വ്യാഖ്യാനവുമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. അത് നല്ലപോലെ മനസ്സിൽ വയ്ക്കണം, അടി വരച്ച് വയ്ക്കണം. അതിൽ എല്ലാ വേദശാഖകൾക്കും ബ്രാഹ്മണങ്ങൾ വ്യാഖ്യാനങ്ങളായുണ്ട്. ഋഗ്വേദത്തിന് ഐതരേയ ബ്രാഹ്മണം. അതിൻ്റെ ക്രമം പറയുകയാണെങ്കിൽ ഋഗ്വേദം 1 ഐതരേയ ബ്രാഹ്മണം, 2 കൗശീതകി ബ്രാഹ്മണം. ശാഖകൾ അശ്വലായന ശാഖ, ശാഖായന ശാഖ. രണ്ടുപേരുടെയും പേരിൽ അനേകം കൽപ്പസൂത്രങ്ങളുണ്ട്. 2 ശാഖയിലും കൽപ്പസൂത്രങ്ങളുണ്ട്. കൽപ്പസൂത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, ശ്രൗതസൂത്രങ്ങൾ. ഇങ്ങനെ ക്രമമായാണ് ജീവിതം കെട്ടിപ്പടുത്തു പോകുന്നത്. അവയൊക്കെ പഠിച്ചവർ സാധന ചെയ്ത് അനുഭവിച്ചതാണ് വൈദിക സംസ്കൃതി. അതിലിന്ന് പ്രചാരം ഉപനിഷത്തുകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. മറ്റത് നിങ്ങളിൽ പലരും ഈ പേരുകൾ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. Am I right? ഈ പേരുകൾ തന്നെ കേട്ടിട്ടുണ്ടാവില്ല.
ഐതരേയ ബ്രാഹ്മണം കേട്ടിട്ടുണ്ടാകുന്നവർ കുറേ പേര് കാണും. കൗശീതകി ബ്രാഹ്മണം, അതിൽ അശ്വലായന ശാഖ, ശാഖായന ശാഖ, അതിൽ കൽപ്പസൂത്രങ്ങൾ രണ്ടുപേരുടെ പേരിലും പ്രചരിച്ചു പോരുന്നുണ്ട്. യജുർവേദം, അത് ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം. ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണം, തൈത്തരീയ ബ്രാഹ്മണം. അതുപോലെ തന്നെ സാമവേദം, താണ്ഡ്യബ്രാഹ്മണം, അതിനെയാണ് മഹാബ്രാഹ്മണം എന്ന് പറയുന്നത്. പഞ്ചവിംശം, ഷഡ്വിംശം, സാമവിധി, ആർഷേയം, ദേവതാധ്യായം, ജൈമിനീയ ഉപനിഷത്ത്, സംഹിതോപനിഷത്ത്, വംശം എന്നിങ്ങനെ 8 ബ്രാഹ്മണങ്ങളോട് കൂടിയതാണ്. അഥർവവേദം, ഗോപഥ ബ്രാഹ്മണം. കിട്ടിയിട്ടുള്ളത് ഇത്രയാണ്. ഇപ്പം നിങ്ങൾ അന്വേഷിച്ചാലും ഇവയെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗമാണ് ആരണ്യകങ്ങൾ. ഈശാവാസ്യം ആരണ്യകത്തിൽ വരുന്ന ഒരു ഉപനിഷത്തല്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വന്നത്. ആരണ്യകങ്ങളിലാണ്, വേദത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ഉപനിഷത്ത്. വേദാന്തമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു അപവാദമാണ് ഈശാവാസ്യം. ഈശാവാസ്യം സംഹിതാ ഉപനിഷത്താണ്. ഉപനിഷത്തുകളെ വേർതിരിച്ച് പഠിക്കുമ്പോൾ പ്രാചീന ഗദ്യ ഉപനിഷത്തുകൾ, ബൃഹദാരണ്യകം, ചാന്തോക്യം, തൈത്തരീയം, ഐതരേയം, ഇതൊക്കെ പ്രാചീന ഗദ്യ ഉപനിഷത്തുകളാണ്. പദ്യ ഉപനിഷത്തുകൾ കഠം, ഈശം, ശ്വേതാശ്വതരം എല്ലാം പദ്യ ഉപനിഷത്തുകളാണ്. പദ്യവും ഗദ്യവും പണ്ടേ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അർവാചീന ഗദ്യ ഉപനിഷത്തുകൾ ആധുനികങ്ങളായ കുറേ കാലം കഴിഞ്ഞു വന്നിട്ടുള്ളവ. പ്രശ്നം, മൈത്രി, മാണ്ഡൂക്യമൊക്കെ ആ പട്ടികയിലാണ് പൊതുവെ പണ്ഡിതന്മാർ പെടുത്തുന്നത്. പക്ഷെ മാണ്ഡൂക്യമൊക്കെ വളരെ പഴയതാണെന്നൊരഭിപ്രായം വേറെ ഉണ്ട് താനും. എല്ലാ ഉപനിഷത്തുകളും ശാന്തി മന്ത്രങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിതാഹ എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ് ഋഗ്വേദ ശാഖയിലുള്ള ഉപനിഷത്തുകൾക്ക് പൊതുവേ ഉള്ളത്. ശുക്ല യജുർവേദ ഉപനിഷത്തുകളിൽ ഓം സഹനാവവതു എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. കൃഷ്ണ യജുർവേദീയമായ ഉപനിഷത്തുകളിൽ, കൃഷ്ണ യജുർവേദ ഉപനിഷത്താണ് നമുക്ക് പഠിക്കാനുള്ള ഈശാവാസ്യം. അവയ്ക്ക് ഓം പൂർണ്ണമിതം എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. സാമവേദാന്തർഗതമായ ഉപനിഷത്തുകളിൽ ഓം ആപ്യായന്തു മമംഗാനി വാക്പ്രാണചക്ഷുഹു എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. അഥർവവേദ ഉപനിഷത്തുകളിൽ നമ്മൾ രാവിലെ ചൊല്ലിയ ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. ഇതൊക്കെ നിങ്ങളിൽ കുറേ പേര് പഠിച്ചിട്ടുണ്ടാവും. ഈ ആശ്രമത്തിൽ പതിവായി വരുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിലും പുറത്തുനിന്നുള്ള ആളുകളൂടെ ഉള്ളത് കൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. എന്താണ് ശാന്തി മന്ത്രം? വേദാധ്യയനത്തിൽ ശാന്തി മന്ത്രത്തിൻ്റെ വിധാനമുണ്ട്. ഉപനിഷത്തുകൾക്ക് 10 വ്യത്യസ്ത ശാന്തി മന്ത്രങ്ങളുണ്ട്. ആദിയിലും അന്ത്യത്തിലും ശാന്തി പാഠം ചെയ്യുകയും വേണം. ആദ്യവും ചെയ്യണം, അവസാനവും ചെയ്യണമെന്നാണ്. ഇപ്പോൾ അത് അവസാനം മാത്രമേ ചൊല്ലാറുള്ളൂ. പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ ആദിയിലും അന്ത്യത്തിലും ഓം ശാന്തി 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 എന്ന് ചൊല്ലണമെന്നാണ് അതിൻ്റെ നിയമം. ചില ഉപനിഷത്തുകൾക്ക് 1 ശാന്തി മന്ത്രവും ചിലതിന് 2 ശാന്തി മന്ത്രവും ചിലപ്പോൾ അധികവും ഉണ്ട്. സംഹിതയിൽ ഒരു മന്ത്രത്തിൽ തന്നെ 10 ശാന്തിയുണ്ട്. ദൗ ശാന്തി, അന്തരീക്ഷകം ശാന്തി, പൃഥ്വി ശാന്തി, രാപശാന്തി, ഓഷധയ ശാന്തി, വനസ്പതയ ശാന്തി, വിശ്വേ ദേവാ ശാന്തി
ബ്രഹ്മാശാന്തി, സർവം ശാന്തി, ശാന്തിരേവ ശാന്തി, സമാശാന്തിരേതി എന്ന് എല്ലാത്തിനെയും ശാന്തമായി കാണുക എന്നുള്ളതാണ് ഭാരതീയരുടെ പ്രത്യേകത. അങ്ങനെ കണ്ടാൽ പിന്നെ വലിയ കാര്യമായൊന്നും വിഷമിക്കാനില്ല. ദൗ, അന്തരീക്ഷം, പൃഥ്വി, ആപ, ഔഷധി, വനസ്പതി, വിശ്വേ ദേവ, ബ്രഹ്മ, സർവ, ശാന്തി എന്നിങ്ങനെ 10 എല്ലാം ശാന്തി രൂപമാവുക. ദിവസവും ഇതെല്ലാം ശാന്തിയായി കാണാൻ കഴിയുക. ആ രീതിയിലാണ് ഉപനിഷത്ത് ശാന്തി മന്ത്രങ്ങളെല്ലാം രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ശാന്തരായിരിക്കുന്നതിനുള്ള പ്രാർത്ഥനയാണ്. മാധ്യമങ്ങൾ, ഭരണാധികാരികൾ, കുടുംബനാഥ, കുട്ടികൾ, ഇവരൊക്കെ ഇന്ന് ആധുനിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞത് മുതൽ അശാന്തി എങ്ങനെ ഉണ്ടാകാം എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ വീട്, ആശ്രമങ്ങൾ ഇവയൊക്കെ എടുത്താൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒരശാന്തിയും ഇല്ലെങ്കിൽ എങ്ങനെ ചർച്ച ചെയ്ത് അശാന്തി ഉണ്ടാക്കാം? ശരിയാണോ? ഉപനിഷത്ത് പഠിക്കുമ്പോൾ ഇത് പ്രത്യേക ഓർമ്മ. ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാന്തമായിരിക്കാനാണ്. ഇന്ദ്രിയങ്ങളും അന്തരീക്ഷവും കാണുന്ന വിഷയങ്ങളും എല്ലാം ശാന്തിയായിരിക്കാനാണ്. അപ്പോൾ ഉപനിഷത്തുകളുടെ അധ്യയനം ശ്രവണ, മനന, നിധിധ്യാസനാദി അംഗരൂപത്തിലും ഈ പാഠമാണ് തരുന്നത്. അതിൻ്റെ ശ്രവണം, മനനം, നിധിധ്യാസനം. അതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ലൗകിക രൂപത്തിൽ അംഗത്തെ മാനിച്ചാൽ ആയത് യജ്ഞങ്ങളിലാണ്. ഓരോ അവയവത്തെയും മാനിച്ച് അതാത് ദേവതകൾക്ക് അതിനെ യജിക്കുക എന്നുള്ള യജ്ഞസങ്കല്പമാണ് ഭാരതീയർ കൊണ്ടുപോകുന്നത്. ശാന്തിയാകുന്നത് അതാത് ദേവതകളിലാണ്. അന്തരീക്ഷം ശാന്തിയാവുക എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ ദേവതയിൽ അത് സമ്യക്കായി ചേർന്ന് നിൽക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് പ്രധാന പൂർവത്തിൻ്റെ ഉൽപ്പത്തിയിൽ അംഗാപൂർവം കാരണമാകുന്നു. മുഖ്യമായി ദേവതയെ ഉദ്ദേശിച്ച് ആഹൂതിയെ, ഏതൊന്നിനെ ആഹൂതിയെ ചെയ്യുന്നുവോ അത് യജ്ഞമാണ്. ഇന്നതയാകാവുന്നില്ല. അതിന് മുമ്പും പിമ്പും കർമ്മം അംഗമാണ്. അപ്പോൾ ശ്രുതി, ലിംഗം, വാക്യം, പ്രകരണം, സ്ഥാനം, സമാഖ്യ എന്നിങ്ങനെ 6 പ്രമാണങ്ങളാൽ അംഗം നിശ്ചയം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അംഗനിശ്ചയമുണ്ടാകുന്നത്. ശ്രുതി എന്താണ് വേദം പറഞ്ഞത്, വേദം പറഞ്ഞത് മാത്രമേ മാനിക്കൂ എന്ന് നിർബന്ധമുള്ള വൈദികരുടേതാണ് ഈ സംഭാവനകളൊക്കെ. അപ്പോൾ ശ്രുതി അതിന് എന്താണ് അതിൻ്റെ മാതൃക? ലിംഗം. ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുന്നതിൻ്റെ സത്തയാണ് ഇവിടെ ലിംഗം എന്ന് പറയുന്നത്. ഭാഷയ്ക്ക് അത് കേൾക്കുമ്പോൾ ശബ്ദരൂപത്തിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഭാവപ്രത്യയമുണ്ട്. അതാണ് അർത്ഥം. ദേശം കൊണ്ടും കാലം കൊണ്ടും സംസ്കാരം കൊണ്ടും അത് മാറുമ്പോൾ അധപ്പതനമാണ് ഉണ്ടാകുന്നത്. ശബ്ദത്തിന് അതിൻ്റെ തനതായ അർത്ഥം. ഇന്ന് തനതായ അർത്ഥം പല ശബ്ദത്തിനുമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പ്രഹരം എന്നുപയോഗിച്ചാൽ അടി എന്നാണ് ഇന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നത്. മനസ്സിലായി? അത് യാമം എന്നാണ് അതിൻ്റെ ലിംഗം. പത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതെന്നാണ് അർത്ഥം. മനസ്സിലായില്ല?
ഭയമുണ്ടാക്കുന്നത്. ഭയങ്കര സൗന്ദര്യം എന്ന് പറഞ്ഞാൽ താടകയുടെ സൗന്ദര്യമാണ്. മനസ്സിലായില്ല? കാരണം പേടിപ്പിക്കുന്ന സൗന്ദര്യമാണ്, അല്ലാതെ ആസ്വദിപ്പിക്കുന്ന സൗന്ദര്യമല്ല. സൗന്ദര്യ ശബ്ദം ആസ്വദിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലും ഭയങ്കരമെന്ന ശബ്ദം ഭയപ്പെടുത്തുന്നതെന്ന അർത്ഥത്തിലും ഉപയോഗിക്കുമ്പോൾ ഭാഷയൊക്കെ വികലമാണ്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരേണ്ടി വരുന്നത് നിങ്ങൾ ആ സംസ്കൃതിയിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ആസ്വദിക്കാൻ ഒരുപാട് വിഷമമുണ്ടാവും. അപ്പോൾ അത് വാക്യം, വൈദിക വാക്യങ്ങൾ, അതിൻ്റെ പ്രകരണം, അതേത് സ്ഥാനത്താണ്, അത് എങ്ങനെയാണ് ആഖ്യാനിച്ചിരിക്കുന്നത്, സമാഖ്യ എന്നിങ്ങനെ 6 പ്രമാണങ്ങളാൽ അംഗനിശ്ചയം ഉളവാകുന്നു. എന്നാൽ ഇവിടെ എന്ത് തരം യജ്ഞമാണ്? അംഗം എങ്ങനെ? പ്രമാണമെന്ത്? പ്രകൃതത്തിൽ 2 തരം യജ്ഞം ഒരുമിച്ചാണ്: സ്വാധ്യായ യജ്ഞവും ജ്ഞാനയജ്ഞവും. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടി വന്നത് നിങ്ങൾ സാധക ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു സാധകൻ യജ്ഞ